ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഘ്നയുടെ അഹങ്കാരിയായിട്ടുള്ള അനിയത്തി നിഷക്ക് കിട്ടുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് മനോഹർ. പക്ഷേ മേഘ്നയ്ക്കും കല്യാണിക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ പ്രൊമോ കണ്ടപ്പോൾ വിചാരിച്ചു മേഘ്നയും കല്യാണി സത്യം അറിയണ പോലെയല്ല കാണിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും അവർ മനോഹറിനെ കണ്ടിട്ടൊന്നുമില്ല. മനോഹർ മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അപ്പോഴും മനോഹറിനെ അറിയില്ല മേഘ്നയുടെ നിഷയുടെ ചേച്ചിയെന്ന്. അപ്പോൾ അതിനുശേഷം മേഘ്നയുടെ എന്തായാലും അനിയത്തി ചിലപ്പോൾ കല്യാണം കഴിക്കുമായിരിക്കും. കാരണം അത്ര അഹങ്കാരം പിടിച്ച പെണ്ണിന് ഒരു തിരിച്ചടി വേണമല്ലോ. ചിലപ്പോൾ മനോഹർ മിക്കവാറും കല്യാണം കഴിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, മേഘ്നടുത്ത് കല്യാണി എന്ന് പറയുന്നുണ്ട് വേറൊരു വിവാഹം കഴിക്കണം. സോണിനെ കണ്ടില്ലേ, അവളും ഇങ്ങനെ തന്നെയായിരുന്നു. വിക്രമായിട്ടുള്ള പ്രശ്നങ്ങളായപ്പോഴേക്കും അവളും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കുകയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയുടെയും വിഷമം കണ്ടിട്ടും മാത്രമല്ല നാളൊരു സമയത്ത് ഒറ്റപ്പെട്ടു പോകും. ഇപ്പം അവൾക്കൊരു പെൺകുട്ടി കൂടിയാണ് ഉള്ളത്. അതുകൊണ്ടിട്ട് നല്ലൊരു ബന്ധം വന്നപ്പോൾ നമ്മളെല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അവൾ കല്യാണം കഴിച്ചെങ്കിലും ഇപ്പം സോണി വളരെ ഹാപ്പിയാണ് എന്ന് മേഘനടുത്ത് പറയുമ്പോൾ മേഘന പറയും, ഇല്ല ചേച്ചി, ഒരിക്കലും ഞാൻ അങ്ങനെ കല്യാണം കഴിക്കില്ല, അത് ഉറപ്പാണെന്ന് പറയും. പക്ഷെ കല്യാണി പറയും, നാളൊരു സമയത്ത് നിന്റെ മനസ്സും മാറും. നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലെന്ന് പറയണില്ല. പക്ഷെ ഒരു കുട്ടി ആയി കഴിയുമ്പോൾ ആ കുട്ടിക്ക് നാളൊരു അച്ഛൻ്റെ സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് ചെറുപ്പത്തിൽ അച്ഛൻ്റെ സ്നേഹമൊക്കെ മേഘനയ്ക്ക് ചിലപ്പോൾ അച്ഛൻ്റെ സ്നേഹം കിട്ടിക്കാണും, എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മേഘനയുടെ കുട്ടി നാളൊരു സമയത്ത് അച്ഛൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേഘന നല്ലൊരു പയ്യൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. ഈ ലോകത്ത് നല്ല പയ്യന്മാരൊക്കെ ഉണ്ട് മേഘന എന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെ ബൈജു ഇതുവരെയൊന്നും വന്നിട്ടില്ല. ബൈജു വരുമോന്നൊക്കെ ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഉറപ്പൊന്നുമില്ല. എന്തായാലും റിവ്യൂ ആയിട്ടാണ് പറയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേഘനയ്ക്ക് ആ ഒരു നല്ലൊരു ജീവിത പങ്കാളി എന്ന് പറയുന്നത് ബൈജു തന്നെയായിരിക്കും. ബൈജു തീർച്ചയായിട്ടും മേഘനെ പോലത്തെ നല്ലൊരു പെൺകുട്ടിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ബൈജുയുടെ ചെറിയൊരു തെറ്റുകുറ്റക്കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ബൈജുക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന നല്ലൊരു മനസ്സുള്ളതുകൊണ്ട് തന്നെ മേഘനയും ആക്സെപ്റ്റ് ചെയ്യും. എന്തായാലും ബൈജു തന്നെ ആവട്ടെ മേഘനെ കല്യാണം കഴിക്കുന്നത്. കാരണം ബൈജുക്കും നല്ലൊരു ജീവിതം വേണം. മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർ ബൈജുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു തിരിച്ചുവരവ് എന്തായാലും ഇങ്ങനെയാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ പിന്നീട് കാണാം. ബൈ ബൈ.